സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതഹസ്ത്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷ ഗുരുഭവനപുരേഹന്തവാക്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നാരായണീയം തുടരാൻ സാധിച്ച ഭഗവാനോട് നന്ദി പറയുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 69 ശ്ലോകം ദശകമാണ് നമ്മൾ ഇതുവരേക്കും പറഞ്ഞു വെച്ചത്. 70ാമത്തെ ശ്ലോകം 69 വരേക്ക് രാസക്രീഡയാണ് അവസാനിച്ചത്. മറ്റ് സ്ത്രീകളോട് കൂടിയിട്ട് ഭഗവാൻ രാത്രി ചെലവഴിച്ചു എന്നതുകൊണ്ട് മനുഷ്യൻ അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക? ഈശ്വരനല്ലാത്തൊരാൾക്ക് അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക എന്ന് കാണിക്കുന്നതാണ് തൊട്ടടുത്ത് ഈ കഥ. സുദർശനാനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുള്ള ശംഖചൂഡൻ്റെ കഥ അതിൽ വരുന്നുണ്ട് ആ ദശകത്തിൽ. സുദർശനൻ്റെ കഥയല്ല കേട്ടോ. സുദർശൻ്റെ കഥ പറഞ്ഞിട്ട് പിന്നത്തെ കഥയാണ് ഈ ചോദ്യത്തിന് ഉത്തരം. സുദർശനൻ്റെ കഥ ഈ ചോദ്യത്തിന് ഉത്തരമല്ല. അടുത്ത കഥ ശംഖചൂഡൻ്റെ കഥയാണ്. 4ാമത്തെ ശ്ലോകം. മനുഷ്യനോ ബാക്കിയുള്ളവരോ അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക? നശിക്കും. ധർമ്മം നശിക്കും, സ്വയം നാശം വരുത്തി വെക്കേണ്ടി വരും എന്ന് അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത കഥ സുദർശനാനുഗ്രഹമാണ്. ഇതി ത്വൈരസാകുലം രമിതവല്ലഭേ വല്ലവ കഥാപി പുരം അംബികാഗമിതുരംബികാകാനനെ സമേത്യ ഭവദാസമം നിശിനിഷേവ്യ ദിവ്യോത്സവം സുഖം ശുഭുരഗ്രസേ പ്രജപമുഗ്രനാഗസ്തദാ. ഇപ്രകാരം നിന്തുരുവടി രസമായി പ്രിയതമകളായ ഗോപികളെ ആനന്ദിപ്പിച്ചിട്ട് അതിനുശേഷം രസാകുലൻ രമിത വല്ലഭേ വല്ലഭ സ്ത്രീകൾ ആനന്ദിപ്പിച്ചിട്ട് ശേഷം എന്തു ചെയ്തു? അംബികാ കാനനെ അംബികാ കമിതു. ഗോപന്മാർ അംബികാവനം എന്ന് പറഞ്ഞിട്ടൊരു വനം, അവിടെയുള്ള ഒരു ക്ഷേത്രത്തിൽ രാത്രി കഴിച്ചുകൂട്ടി. ഈ രാത്രിയൊക്കെ ക്ഷേത്രത്തിൽ കഴിച്ചു കൂട്ടുമ്പോൾ സൂക്ഷിക്കാനുണ്ടെന്നാണ്. ഭദ്രകാളി ശിവക്ഷേത്രം ഇതിലൊക്കെ ഭൂതഗണങ്ങൾ ഉണ്ടാവും എന്ന് സാധാരണ നമ്മൾ പറയുമ്പോൾ അപ്പോൾ അതൊന്നുമല്ല. കാരണം ഭഗവാൻ ഉണ്ടാവുമ്പോൾ പിന്നെ അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ വേറൊരു അപകടം അവിടെ സംഭവിച്ചത്. സമേത്യ ഭവദാസമം നിഷേവ്യ ദിവ്യോത്സവം. സുഖമായി കിടന്ന് ഉത്സവത്തോടുകൂടി ആനന്ദത്തിമർപ്പോടുകൂടി കഴിച്ചു കൂട്ടിയിട്ട് അപ്പോൾ സുഖം സുഷുഭു സുഖമായിട്ട് ഉറങ്ങി, സുഷുഭു ഉറങ്ങി. അങ്ങനെ ഒരു വലിയ പാമ്പ് നന്ദഗോപരുടെ കാലിൽ കടിച്ചു. വ്രജപം ഉഗ്രനാഗസ്തദ. അഗ്രസീത് കടിച്ചു, വിഴുങ്ങി എന്നൊക്കെ അർത്ഥമാണ് അഗ്രസീത്, വിഴുങ്ങുക. പെരുമ്പാമ്പാകുമ്പോൾ വിഴുങ്ങുക ചെയ്യുക, കടിക്കല്ലോ. അപ്പോൾ ആ പെരുമ്പാമ്പിൻ്റെ വായിലേക്ക് നന്ദഗോപരുടെ കാലിങ്ങനെ പോകാൻ തുടങ്ങി. കുറേ കഴിഞ്ഞാൽ നന്ദഗോപരെ വിഴുങ്ങും. അങ്ങനെയുള്ള പെരുമ്പാമ്പിൻ്റെ ഒരു സമ്പ്രദായം. ഇതി ത്വൈരസാകുലൻ്റെ മിതവല്ലഭേ വല്ലവ. സ്ത്രീകളെ സന്തോഷിപ്പിച്ചതിന് ശേഷം രസാകുലം രസികമാകുന്ന വണ്ണം, രസികത്തരം ഉള്ളതായിട്ടുള്ള രീതിയിൽ കഥാവിപുരം അംബികാകമിതുരംബികാകാനനെ. അംബികാകാനനം വനം എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിൽ, അംബികാവനം എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിൽ, അംബികാവനം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. അംബികാകാനനെ, അംബികാകാനനത്തിൽ അംബികാകാമിതു പുരം ശിവക്ഷേത്രത്തിൽ ചെന്നു. സമേത്യ ഭവദാസമം നിഷേവ്യ ദിവ്യോത്സവം. ഭഗവാനോട് കൂടി ഉത്സവ പ്രതീതിയിൽ
ആനന്ദത്തിമിർപ്പിൽ ആ ക്ഷേത്രത്തിൽ ഉറങ്ങി. അതിനിരിക്കുമ്പോൾ നന്ദഗോപരുടെ കാലിൽ പാമ്പ് കടിച്ചു. സുഖം സുഷുപുരഗ്രസീത് വ്രജപം ഉഗ്രനാഗസ്ഥത. ഉഗ്രനാഗ വ്രജപം വ്രജപം അഗ്രസീത്. വ്രജത്തിൻ്റെ നാഥൻ നന്ദഗോപര്. വ്രജപം അഗ്രസീത്, വിഴുങ്ങി. സമുന്മുഖമധുൽമുഖേ അഭികഥേപി തസ്മിൻ ബലാത് അമുഞ്ചതി ഭവത്പദേന പതി പാഹി പാഹീതി തൈ തഥാ ഖലു പദ ഭവാൻ സമുപഗമ്യപത്പർഷദം ബഭോ സജ നിജാം ധനം സമുപസാപ്യ വൈദ്യാധരീം. എല്ലാവരും കൃഷ്ണനോട് സങ്കടം പറഞ്ഞു. എന്ത് വന്നാലും കൃഷ്ണ കൃഷ്ണ രാമ രാമ, വേറെ അവർക്ക് ആരോടും പറയാനില്ല. ഭഗവാൻ അത്രയധികം ആപത്തുകളിൽ നിന്ന് അവരെ രക്ഷിച്ചിട്ടുണ്ട്. 1, 2, 3, 4 അല്ല. കാളിയമർദ്ദനത്തിൽ നിന്നും വ്യാളൻ എന്ന പാമ്പിൽ നിന്നും അഘാസുരനിൽ നിന്നൊക്കെ രക്ഷിച്ചില്ലേ? ഗോവർദ്ധനത്ത് മഴ പെയ്തു, അപ്പോൾ രക്ഷിച്ചു. ഗോവർദ്ധനം ഉദ്ധരിച്ചിട്ട് കാളിയനെ അങ്ങനെ ഒരുപാട് രക്ഷിച്ചത് കൊണ്ട് ഈ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ അവർ വേറൊരാളെയല്ല വിളിച്ചത്. അത തസ്മിൻ ബലാത്, വളരെ ബലത്തിൽ, ബലാൽക്കാരേണ. സമുന്മുഖം ഉൽമുഖേഹി, തീക്കൊള്ളി കൊണ്ട് അടിച്ചിട്ടും കുത്തിയിട്ടും. ഉൽമുഖം എന്ന് പറഞ്ഞാൽ തീക്കൊള്ളി. സമുന്മുഖം, തീക്കൊള്ളി കൊണ്ട് അടിച്ചിട്ടും കുത്തിയിട്ടും അതിനെ വേദനിച്ചിട്ട് എങ്ങനെയെങ്കിലും വേർപെടുത്തണം എന്ന് ശ്രമിച്ചിട്ടും. സമുന്മുഖം ഉൽമുഖൈഹി അതത്തസ്മിൻ ബലാത്, ബലത്തോടു കൂടിയിട്ട് അതിനെ ഒന്ന് മാറ്റണം, ശക്തി പ്രയോഗിച്ചിട്ടും കടി വിടുന്നില്ല. തൈ പാഹി പാഹീതി, അല്ലയോ കൃഷ്ണ രക്ഷിക്കണേ രക്ഷിക്കണേ, അച്ഛനെ പാമ്പ് കടിച്ചിരിക്കണു, വേഗം വരൂ എന്ന് ഭഗവാനോട് അവർ പറഞ്ഞു. ഇതി ഭവത്പദേ നബതി, കൃഷ്ണനോട് കാക്കൽ വീണ അപേക്ഷിച്ചപ്പോൾ. പദേ നബതി, പദം കാല നബതി വീഴുക, കാലിൽ വീണ് അപേക്ഷിച്ചപ്പോൾ. കുറച്ചും കൂടിയാണ് കഴിഞ്ഞാൽ നന്ദഗോപരുടെ കഥ കഴിയുകയാണ്. പിന്നെ നന്ദഗോപരില്ല, അവിടെ എത്തുകയാണ്. അതിനു മുമ്പേ കാക്കൽ വീണു. തഥാകലു ഭവാൻ സമുപഗമ്യ, അപ്പോഴൊക്കെ അവിടെ എത്തി. വിളിക്കേണ്ട താമസം ഉണ്ടായുള്ളൂ, അവിടെ എത്തി. തഥാകലു ഭവാൻ സമുപഗമ്യ. ഇപ്പം ഭഗവാൻ അവിടെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള ആപത്ത് അച്ഛന് വരണോ? അവിടെ ഒരു ചോദ്യമുണ്ട്. കൃഷ്ണൻ സർവശക്തനാണ്, ദയാലുവാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണെങ്കിൽ പിന്നെ ഈ ആപത്ത് വന്നിട്ട് രക്ഷിക്കേണ്ട ആവശ്യം വേണോ? ആപത്തേ ഇല്ലാണ്ടൊക്കെ അല്ലേ കുറേയും കൂടി സുഖം. ഇത് നമുക്കും ഒരു ബാധകമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഈ കർമ്മഗതിക്കനുസരിച്ചിട്ട് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും തടസ്സങ്ങളും ഘട്ടങ്ങളും നല്ലതും ചീത്തയും വന്നുകൊണ്ടേയിരിക്കും. അത് ലോക സ്വഭാവമാണ്, പ്രപഞ്ച സ്വഭാവമാണ്. അതെങ്ങനെയാണ് മാറ്റാൻ പറ്റുക? ആർക്കാ മാറിയിട്ടുള്ളത്? ആർക്കും മാറിയിട്ടില്ല. ഭഗവാനും മാറിയിട്ടില്ല, ഭഗവാന്റെ അമ്മയ്ക്കും മാറിയിട്ടില്ല, അച്ഛനും മാറിയിട്ടില്ല. എന്നിട്ട് വേണ്ടേ ബാക്കിയുള്ളവർക്ക്? രാമൻ എന്തൊക്കെ അനുഭവിച്ചു, സീത എന്തൊക്കെ അനുഭവിച്ചു? ലക്ഷ്മി ഭഗവതിയുടെ അവതാരമല്ലേ സീത? അപ്പോൾ അവതാര പുരുഷന്മാർക്കായാലും ഈ ലോകത്തിൽ വന്നാൽ വിഷമങ്ങൾ അനുഭവപ്പെടും. സ്മൂത്തായിട്ടൊരു ട്രെയിൻ പോകുന്ന പോലെയല്ല ജീവിതം. അങ്ങനെ ഒരിക്കലും ആവില്ല. അത് ജീവിതമല്ല. പിന്നെ എന്താണ് അപ്പോൾ ഈ ഈശ്വര ഭക്തിക്കും ഈശ്വര കാരുണ്യത്തിനും അതിനൊക്കെ ഒരു പ്രസക്തി? അത് നേരിടാനുള്ള സുഗമത, അതാണ് പ്രസക്തി, വേറൊന്നുമല്ല. ഭഗവാനെ അപ്പം മനസ്സിൽ വിചാരിച്ചാൽ ആ പ്രശ്നത്തിന് അവിടെ ഒരു പരിഹാരം ഉണ്ടാവും. പ്രശ്നം ഉണ്ടാവും, പരിഹാരം ഉണ്ടാവും. അതാണ് ഈശ്വരാംശം ഇല്ലാത്ത ജീവിതത്തിൽ ആ പരിഹാരം വളരെയേറെ കഷ്ടപ്പാടുള്ളതാവും. പരിഹാരം ചിലപ്പോൾ കണ്ടില്ല എന്ന് തന്നെ വരും. ആണ് വ്യത്യാസം. എളുപ്പത്തിൽ പരിഹാരം കാണുക, പരിഹാരം കാണുന്ന പ്രശ്നം പരിഹരിക്കുക, ഇത് ഈശ്വരാധീനമുള്ളവർക്കുണ്ടാവും, പ്രശ്നം അവർക്കും ഉണ്ടാവും. പക്ഷെ അല്ലാത്തവർക്ക്, ഈശ്വരൻ എന്നുള്ള ചിന്ത ഇല്ലാത്തവർക്ക് ഈ പ്രശ്നപരിഹാരം ഒരു കീറാമുട്ടിയായി മാറുന്നു. വളരെയേറെ ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നു. പണ്ടും കൂടി മാറ്റമുണ്ട്.
അവിടെ ഈ പ്രശ്നം എന്നുള്ളത് ഇല്ലാത്തതല്ല ആരുടെയും ജീവിതം. അത് ഈശ്വരൻ്റെ അച്ഛനും അമ്മയ്ക്കും ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ വസുദേവർക്കും ദേവകിക്കും. പക്ഷെ അവിടെയും ഈശ്വര കാരുണ്യം കൊണ്ട് അത് നേരിടാൻ കഴിയുക എന്നതാണ് അവിടെ സൗകര്യം ലഭിക്കുന്നത്, ആ ഒരു മാറ്റം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇവിടെ കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണൻ അവിടെ എത്തി. തഥാ ഖലു ഭവാൻ സമുപഗമ്യ പദാതം പസ്പർശ. കാലുകൊണ്ട് ഒന്ന് തൊട്ടതേ ഉള്ളൂ. കണ്ടോ എത്ര വേഗം പരിഹരിച്ചു. അതാണ് മാറ്റം. പാമ്പ് കടിച്ചില്ല, പാമ്പ് കടിക്കില്ല എന്നല്ല, കടിച്ചു. പക്ഷേ കടിച്ചപ്പോൾ വളരെ വേഗം രക്ഷ കിട്ടി. ഭഗവാൻ അവിടെ എത്തിയിട്ട് ഒന്ന് തൊട്ടതേ ഉള്ളൂ. സോഫ്റ്റ് ടച്ച് കൊണ്ട് തന്നെ ആ പാമ്പിനെ കടി പിടിച്ചു. അതാണ് വ്യത്യാസം. പ്രശ്നം ഉണ്ടാവും, പക്ഷേ പരിഹാരം എളുപ്പമാവും, മറ്റത് കഠിനമാവും. ആ വ്യത്യാസമാണ്, വലിയ വ്യത്യാസമാണത്. തഥാ ഖലു ഭവാൻ സമുപഗമ്യ. അപ്പോൾ അങ്ങ് എത്തിയിട്ട് തം പദാ പസ്പർശ, കാലുകൊണ്ട് തൊട്ടു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇവരെത്രയൊക്കെ അടിച്ചിടിച്ച് തീക്കൊള്ളി കൊണ്ട് കുത്തി നോക്കി, അനങ്ങിയില്ല പാമ്പ്. കാലുകൊണ്ട് അങ്ങോട്ട് തൊട്ടപ്പോഴേക്കോ അത് കടിവിട്ട് നല്ലൊരു വിദ്യാധരനായിട്ടാണ് മാറി. ഭഗവാന്റെ അത്ഭുതങ്ങളെ, സുന്ദരനായിട്ടുള്ള ഒരു ദേവൻ്റെ രൂപം കൈക്കൊണ്ടു. സ നിജാം വൈദ്യാധരി വിദ്യാധരൻ തനും സമുപസാദ്യ. തനു ശരീരം, ഒരു വിദ്യാധരൻ്റെ ശരീരം രൂപീകരിച്ച് ശോഭിച്ചു അവിടെ. എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കി നിന്നു. ഇവൻ ആരാണ്, എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം? ഇനി ആ കഥ അവനെ കൊണ്ട് തന്നെ ഭഗവാൻ പറയിപ്പിക്കുകയാണ്. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മഹം. സുദർശനധരനായിട്ടുള്ള ഭഗവാനെ, ഞാൻ സുദർശനൻ എന്നു പേരായിട്ടുള്ളൊരു വിദ്യാധരനായിരുന്നു. മുനിൻകൊചിതുഭാഗസം ത ഇകമാംബ ദുർവാഗസം. പണ്ട് മഹർഷിമാരെ അങ്കിരസ് ഋഷീൻ വിരൂപാൻ ആങ്കിരസ, ആങ്കിരസാദി മഹർഷികളെ ഞാൻ കളിയാക്കി. അവർ ആത്മീയ ഉയർച്ചയുള്ളവർക്ക് പുറത്തേക്ക് സൗന്ദര്യം കുറയുന്നതാണ്. അങ്ങനെയാണ് അധികവും കണ്ടിട്ടുള്ളത്. അങ്ങനെ ആവണം എന്നല്ല, അവരുടെ സൗന്ദര്യം എപ്പോഴും ഉള്ളിലാണ്, പുറത്തേക്കുള്ള സൗന്ദര്യമല്ല. അപ്പോൾ ഇവൻ കുറച്ച് സുന്ദരനായപ്പോൾ എന്ത് ചെയ്തു, അവരെ കളിയാക്കി. ഓരോ രൂപങ്ങളെ എന്ന് മനസ്സിൽ തോന്നേണ്ടി വന്ന് തോന്നിയിട്ടേ ഉള്ളൂ. അവർക്ക് മനസ്സിലായി ശരീരത്തിൻ്റെ സൗന്ദര്യം എത്രത്തോളം ഉണ്ട് എന്ന് നീയൊന്ന് പഠിക്കണം. ഇതൊക്കെ അന്നുണ്ടായിട്ട് നാളെ ഇല്ലാണ്ടാവണതല്ലേ. എന്നും യൗവനം നിലനിൽക്കുമോ? അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ശാപം, നീ പാമ്പായിട്ട് പോ. ആർക്കും ഇഷ്ടമല്ല പാമ്പ് എന്ന് കേട്ടാൽ. പഠിച്ച ആളായിക്കോട്ടെ, പഠിക്കാത്ത ആളായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, കുട്ടിയായിക്കോട്ടെ, ഒറ്റ വികാരേ മനസ്സിലുള്ളൂ, അറപ്പും പേടിയും. അറപ്പും പേടിയും. അയ്യോ പാമ്പ്, ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അപ്പോൾ എല്ലാവർക്കും വെറുപ്പുണ്ടാക്കുന്ന രൂപമായിട്ട് നീ മാറട്ടെ. എൻ്റെ സൗന്ദര്യത്തിലല്ലേ നീ അഹങ്കരിച്ച്. മുനിൻ ക്വചിതുപാഹസം, മഹർഷിമാരെ പരിഹസിച്ചു. തൈകമാംബ്യദുർവാഹസം ഭവത്പദസമർപ്പണാദമലതാംഗതോസ്മീത്യസൗ. പക്ഷേ മഹാന്മാരൊരിക്കലും ഒരു കൂട്ടരെ സ്ഥിരമായിട്ട് നശിപ്പിക്കില്ല. ഭഗവാന്റെ പാദപത്മങ്ങളെ ദ്വാപരയുഗത്തിൽ നമുക്ക് കാണാൻ ഇടവരും. കൃഷ്ണൻ അവതരിക്കുമ്പോൾ നമുക്ക് നല്ല സ്വരൂപം കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അവർ പോയി. ഭവത് പദസമർപ്പണാത്, ഭഗവത് പാദപത്മങ്ങളുടെ സ്പർശം കൊണ്ട് പാപം നീങ്ങി അവന് പഴയ സുന്ദര രൂപം തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തു. സ്തുവൻ നിജപദം യയോ വ്രജപദഞ്ചഗോപാമുദ. അവൻ സ്വർഗത്തിലേക്ക് പോയി, നിർമ്മലനായി തീർന്നു എന്നും പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ച് അവൻ തൻ്റെ സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. ഗോപന്മാർ അവരുടെ സ്ഥാനത്തേക്കും പോയി എന്ന് പറഞ്ഞിട്ട് ആ കഥ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനിൻ ഗുജിതുഭാഗസം തൈകമാംബ്യദുർവാഗസം. ഞാൻ സുന്ദരനായിരുന്നു, ദുർദർശനൻ എന്നാണ് എൻ്റെ പേര്. അങ്കിരസ് മഹർഷിമാരെ കളിയാക്കിയത് കൊണ്ട് എന്നെ ശപിച്ചു അവർ. ഭവത് പദസമർപ്പണാദമലതാംഗതോസ്മീത്യസോ. കൃഷ്ണ, അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഞാനിതാ നിർമ്മലനായി തീർന്നു, വീണ്ടും വിദ്യാധര പദവിയെ നേടി.
അങ്ങയെ സ്തുതിക്കാൻ, ഭഗവാനെ സ്തുതിക്കാൻ അവന് കഴിവുണ്ടായി, സ്തുതിക്കുകയും ചെയ്തു. ഭഗവാനെ സ്തുതിച്ചു. തുവം നിജപദം ജയൗ, തൻ്റെ പദത്തെ പ്രാപിച്ചു. പ്രജപദഞ്ച ഗോപാമുദ, ഗോപന്മാർ അവരുടെ സ്ഥാനത്തേക്ക് ഗോകുലത്തിലേക്കും മടങ്ങുകയും ചെയ്തു എന്നും പറഞ്ഞിട്ട് ഒരു കഥ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നല്ലൊരു ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.